ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്ന് നമ്മുടെ ദുഃഖവെള്ളി. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ രാവിലെ തന്നെ പള്ളിയിൽ പോകാമെന്ന് വെച്ചാൽ നമുക്ക് ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞാണ് നമ്മുടെ പള്ളിയിൽ പരിഹാര പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ രാത്രി 7:30 മലയാളികളുടെ പരിപാടി. അപ്പോൾ പിന്നെ ആ നേരത്തെ പോകാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ നോമ്പെടുത്തിട്ടില്ല ആരും. അപ്പോൾ രാവിലെ തന്നെ പാൽക്കുറുക്ക് ഉണ്ടാക്കി. ഇപ്പോൾ തലേദിവസം പെസഹയുടെ അന്ന് മറ്റേ ശർക്കര ഇട്ട് പാൽ കുറുക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ദുഃഖവെള്ളിയുടെ അന്ന് പഞ്ചസാര ഇട്ട് പാൽ കുറുക്കും. പക്ഷെ ശരിക്കും പഞ്ചസാര ഒന്നും ഇടാണ്ടാണ് കുറുക്കട്ടതെന്നൊക്കെ പറയുക. പക്ഷെ ആരും കഴിക്കില്ല. അപ്പോൾ അതൊക്കെ മക്കളൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് പാൽ കുറുക്കി. അപ്പോൾ ചെറിയൊരു സദ്യ പോലെയാക്കി. ഉപവസിക്കുക എന്ന് വെച്ചാൽ ഒന്നാമത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചേട്ടനും അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കും പിള്ളേരെല്ലാവരും നോക്കിയിട്ട് വേണ്ട. അപ്പോൾ പിന്നെ ചെറിയൊരു സദ്യയാക്കി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സാമ്പാറും ചെറിയൊരു പയറുപ്പേരി അവിയലൊക്കെ ആക്കി. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് പിന്നെ ഉച്ചതിരിഞ്ഞ് ഒരു 6:30 ഇപ്പോൾ പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ 6:30 ഒരു 7:30 തൊട്ടായിരുന്നു പരിപാടികൾ. അതിനേക്കാളും പാട് പിന്നെ മറ്റേ ഇംഗ്ലീഷ് കുർബാനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പരിഹാര പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾക്കൊക്കെ കാണിച്ചു. ഞാൻ ഒത്തിരി നാളായി ഞാൻ പരിഹാര പ്രദക്ഷിണമൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ദുഃഖവെള്ളി വിശേഷങ്ങൾ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇരിക്കും. ബൈ.